ഹായ്, ഞാൻ ആസിഫ് അലി. എൻ്റെ സ്വന്തം ചിത്രമായ കവി ഉദ്ദേശിച്ചതിൻ്റെ വിശേഷങ്ങളുമായി ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർ ലൈഫിൽ ഞാൻ. കവി ഉദ്ദേശിച്ചത് ശരിക്കും നിർദ്ദേശിച്ചത് അതിൻ്റെ സംവിധായകർ തന്നെയാണ്. എൻ്റെ അടുത്ത് ആദ്യം നമ്മളിതിന് പ്ലാൻ ചെയ്തിരുന്നത് ഗ്യാങ്സ് അള്ളിമൂല എന്നുള്ളൊരു ടൈറ്റിലായിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടെ എനിക്ക് പ്രേക്ഷകർ ഒരു മടി വന്നേക്കാം ഈ പേര് സ്വീകരിക്കാൻ എന്നൊരു തോന്നി. പക്ഷേ കവി ഉദ്ദേശിച്ചതെന്നുള്ള പേര് നമ്മൾ സജസ്റ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഈക്വലായിട്ട് പ്ലീസിങ് ആയിട്ട് തോന്നി. കാര്യം നമ്മൾ പറഞ്ഞവർക്കും പെട്ടെന്ന് ഓർത്തെടുക്കാനും ഒക്കെ ഈസിയാണ് ആ പേര്. പിന്നെ നമ്മുടെയൊക്കെ ഡെയിലി യൂസേജിലുള്ളതാണ്. കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമ്മളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ആ പേര് ഭയങ്കര ആപ്റ്റായിട്ട് തന്നെ തോന്നി. അള്ളിമൂല ഒരു സാങ്കല്പിക ഗ്രാമമാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. അത് ശരിക്കും എനിക്ക് പൊതുവേ എൻ്റെ അടുത്തേക്ക് സിനിമകൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വരുന്ന ടൈമിൽ ഈ പറഞ്ഞൊരു സോ കോൾഡ് ന്യൂ ജനറേഷൻ ചൊവ്വയുള്ള സ്ക്രിപ്റ്റുകളാണ് എൻ്റെ അടുത്തേക്ക് എപ്പോഴും എത്താറ്. അപ്പം ഞാൻ നിർമ്മിക്കുമ്പോഴെങ്കിലും അത് കുറച്ച് ശ്രദ്ധയോടുകൂടി ഞാൻ ചെയ്യാൻ എനിക്ക് ഈക്വലായിട്ട് തന്നെ താല്പര്യമുള്ളതാണ് ഈ ഗ്രാമാന്തരീക്ഷമുള്ള സിനിമകൾ. അപ്പോൾ എന്നെ ഇതുവരെ മുണ്ടുടുത്ത് ഞാൻ അത്രയും ഒരു നാടൻ രീതിയിലൊന്നും ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു പരീക്ഷണാർത്ഥമാണ് അങ്ങനെ ഒരു കഥയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്തത്. പിന്നെ ഈവൻ ലിജു വന്ന് ഈ സിനിമ എൻ്റെ അടുത്ത് പറയുമ്പോൾ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ നടന്ന പോലെ തന്നെ അത്യാവശ്യം ക്രിക്കറ്റൊക്കെ കളിച്ച് വലിയ ജോലിയൊന്നും ഇല്ലാണ്ട് നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥയാണിത്. അപ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ട് കണക്റ്റായി. അപ്പോൾ പിന്നെ ഇതായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് അള്ളിമൂലയിൽ ചെന്ന് ലാൻഡ് ചെയ്തത്. പാട്ടിന് മറുമൊഴി പാടാൻ വരുമോ ചങ്ങാതി? ജാസ്മിൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോ നീ നിക്കറിയുമുള്ളി ജാസ്മിൻ ദിനേശൻ എന്തെങ്കിലും ചേർച്ചായിരിക്കുമല്ലേ? താജ്മഹലിന്റെ മുകളിൽ ടാർപ്പായി വിളിച്ച് കെട്ടിയവരുണ്ട്. നാളെ ഇല്ലടാ ഭാസ്കർ, നാളത്തിനാടാ ഞാൻ തുണി എടുത്തിരിക്കുന്നത്. കണ്ണൂരിലെ പുലിയല്ലേ? ഒരു കാലത്തും മലബാർ മൊത്തം സൈമൺ പറഞ്ഞ കിടുകിട പറക്കുമായിരുന്നു. എന്റെ പൊന്നോ, നമ്മള് കുറെ ഇടി മേടിക്കും. എന്റെ അപ്പനാണ് സത്യം. ഞാൻ വി കെ പ്രകാശ് സാറിൻ്റെ കൂടെ നിർണായകം ഷൂട്ട് ചെയ്യുമ്പോൾ വി കെ പിയുടെ അസോസിയേറ്റ് ആയിരുന്നു ലിജു. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ആ സമയത്താണ് ലിജു ചെയ്തൊരു രമണി ചേച്ചിയുടെ നാമത്തിൽ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം അത്യാവശ്യം ഒരുപാട് അവാർഡുകൾ കിട്ടി. ഭയങ്കര യൂട്യൂബിലൊക്കെ വൈറൽ ഹിറ്റായ ഒരു ഷോർട്ട് ഫിലിമാണത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് ഞാൻ ലിജുവിൻ്റെ അടുത്ത് പറഞ്ഞു, ലിജുവിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നെ വെച്ചൊരു പടം ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലിജു അത് ഗ്രാജുവലി അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ തോമസ് ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. തോമസ് എന്ന് പറഞ്ഞാൽ ലിജുവിൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഒരു അമ്മാവൻ മരുമോഹൻ സിനിമയാണ് ശരിക്കും ഇത്. അപ്പോൾ അവരുടെ ഒരു കെമിസ്ട്രിയും ഒക്കെ ഭയങ്കര ഈ സിനിമയ്ക്ക് ഭയങ്കര പ്ലസ്സായി. കാര്യം ലിജു എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള വളരെ ഒരു മുയൽ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു മനുഷ്യനാണ്. ഒരു തോമസ് ആണ് ഇതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കെമിസ്ട്രിയും ഒക്കെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഞങ്ങളെല്ലാവരെയും, കാര്യം ഇവർ ഓൾറെഡി ഈ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്. അപ്പം ഞങ്ങളിലേക്ക് വന്നപ്പോൾ കൃത്യമായിട്ട് ഇവർ രണ്ടുപേരും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും പിന്നെ ഈ സിനിമയുടെ മൊത്തം എന്താണ് ക്യാരക്ടേഴ്സ് എന്നുള്ളത് ഇവർക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഈവൻ നരേൻ്റെ ക്യാരക്ടർ പോലും നമ്മൾ ഇതുവരെ കാണാത്തൊരു ക്യാരക്ടർ സ്കെച്ചാണ് നരേൻ്റെ ഉള്ളത്. കാരണം നരേനെ നമുക്കറിയാവുന്ന പോലെ ഈ എൻ്റെ കൽബിലെയൊക്കെ വിട്ടിട്ട് ഒരു ഭയങ്കര വ്യത്യാസമുള്ളൊരു ക്യാരക്ടറാണ് നരേൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നതിൻ്റെ ഗുണമാണ്. എന്നഴകെ നിന്നോടും ഞാനിവിടെ നിന്നതു നീ കാണാതെങ്ങു പോയി. രാവുറങ്ങും വേളയിൽ പനിനീരു പെയ്യും ചോലയിൽ ഞാനൊരാർദ്ര സുഗന്ധമായി കനവേ. ഇന്നലെയും എന്നഴകെ നിന്നോടും ഞങ്ങൾ ശരിക്കും ഇത് കരിക്കും വെള്ളത്തിന് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു.
കോമ്പിനേഷൻ. അപ്പോൾ കരിക്കും വെള്ളം ഇത്രയും ഹിറ്റായി, അത് സ്വാഭാവികമായിട്ട് ഈ സിനിമയ്ക്ക് ഒരു വലിയ പ്ലസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ബീച്ചേട്ടൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ബീച്ചേട്ടൻ ഇത്രയും സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ബീച്ചേട്ടൻ സെലക്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ടെന്ന് പ്രേക്ഷകർക്കും കൂടെ അഭിനയിക്കുന്ന ഞങ്ങൾക്കും വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സേഫായിട്ട് ബീച്ചേട്ടൻ ചെയ്യുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ പുതുമ്പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ശരിക്കും യേശുദാസ് പാടണമാരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ബീച്ചേട്ടനായിട്ട് ശരിക്കും ഇപ്പം ഞാനൊരു ഭയങ്കര സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര കൂടുതലായി പോകും. കാര്യം ഞാൻ ബീച്ചേട്ടന് കൊടുക്കുന്ന എല്ലാ റെസ്പെക്റ്റും വെച്ച് ബീച്ചേട്ടൻ പക്ഷേ എനിക്ക് ഭയങ്കരമായൊരു ഫ്രീഡം തന്നിട്ടുണ്ട്. ഞങ്ങൾ കരിക്കും വെള്ളം ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു അച്ഛൻ മകൻ ഒരു കെമിസ്ട്രിയിൽ കൂടുതൽ വേണ്ട എന്ന് സംവിധായകൻ പല സമയത്തും ഞങ്ങളുടെ തോന്നുന്നു. കാര്യം എനിക്ക് ബീച്ചേട്ടൻ്റെ അടുത്ത് പോയി മേത്ത് തട്ടി സംസാരിക്കാനുള്ളൊരു ഫ്രീഡം ബീച്ചേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓവറാവാതിരിക്കാൻ മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് ഈവൻ ഈ സിനിമയിലേക്ക് വരുമ്പോൾ പോലും ബീച്ചേട്ടൻ നോർമലി വർക്ക് ചെയ്യുന്ന ഒരു ടൈം ഷെഡ്യൂളിനേക്കാൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കാനും ഈ സിനിമ ഇതിൻ്റെ സെക്കൻഡ് ഹാഫൊക്കെ കുറച്ചൊരു സർപ്രൈസ് എലമെൻറ്റ്സ് ഉണ്ട്, നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ബീച്ചേട്ടൻ വളരെയധികം നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് തന്നിട്ടുള്ള ആ ഒരു ഫ്രീഡം ഞാൻ ചൂഷണം ചെയ്തതാണ്. കണ്ണൂരിലെ പുലിയല്ലേ, ഒരു കാലത്ത് മലബാർ മൊത്തം സൈമൺ എന്ന് പറഞ്ഞ കിടുകിട പറക്കുമായിരുന്നു. എന്റെ പൊന്നോ, നമ്മള് കുറെ ഇടി മേടിക്കും. എന്റെ അപ്പനാണ് സത്യം. ഞാൻ ഈ വർഷം ആത്മഹത്യ. പറയാൻ പറ്റാത്ത വല്ല അസുഖം ഉണ്ടോടാ നിനക്ക്? അതറിയാമല്ലേ. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സിനിമ എന്നുള്ളത്. ഞാൻ സിനിമയിൽ വരണമെന്ന, സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് സിനിമയിൽ എത്തിയ ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുറത്ത് പോയി വേറൊരു ബിസിനസ് അല്ലെങ്കിൽ ഇതിന് പാരലായിട്ട് വേറൊരു ബിസിനസ് എന്നൊക്കെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീസിബിളായിട്ട് തോന്നിയത് സിനിമയിൽ തന്നെ സജീവമാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് സജിൻ, ശരിക്കും എൻ്റെ പാർട്ട്ണറാണ് സജിനാണ് എനിക്ക് പ്രൊഡക്ഷനുള്ളൊരു ധൈര്യം തരുന്നത്. സജിൻ്റെ ആണ് ശരിക്കും ആക്റ്റീവായിട്ടുള്ളൊരു പ്രൊഡ്യൂസറായിട്ടും ഇപ്പോൾ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും സജിനാണ് മുഴുവൻ നോക്കി നടത്തുന്നത്. അതിലെല്ലാം ഞാൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശരിക്കും സിനിമയിൽ കൂടുതൽ സജീവമാവാൻ ഉള്ളൊരു ശ്രമമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. ജീവിതം ഈ കയ്യിൽ വേണം കോടികൾ കണ്ണും നട്ട് നോക്കിടും ഈ ലോകം കയ്യിൽ വന്നിടാൻ. പൈസ പൈസ വേണം, പൈസ പൈസ കൈസ കൈസ ബോലോ കൈസ കൈസ. തലവര മാറ്റിടുവാൻ പാഞ്ഞിടും ഈ ജീവിതം, കയ്യും കെട്ടി നോക്കി നിന്നാൽ നേരം പോകും പാട്ടിന്. പൈസ 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 പൈസ. അഞ്ജു കുര്യനാണ് ഇതിൽ ഹീറോയിൻ. അഞ്ജു അത്യാവശ്യം മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു, നമ്മളൊരുപാട് പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ പാട്ടുകളൊക്കെ വരുമ്പോൾ കണ്ടാൽ മനസ്സിലാവും. തമിഴിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു പുതിയ നടിയിലേക്ക് പോകാനുള്ളൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റരുത്. ഈവൻ ഇതാണോ ഹീറോയിൻ എന്ന് വരെ ഒരു പോയിന്റിൽ ആളുകൾക്ക് സംശയം തോന്നണം. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു ഫ്രഷ് ഫേസിലേക്ക് പോയത്. എന്നഴകേ നിന്നോടൊന്നുരിയാടാൻ ഞാനിവിടെ നിന്നതു നീ കാണാതെങ്ങു പോയി. ഇന്നെങ്ങും നിൻ ചിരി പൂക്കളായി, നിന്മനമാകെ നിലാവുമായി എന്നനുരാഗമറിഞ്ഞിടാൻ നീയൊരുങ്ങിയില്ല. നാളിതൾ പൂവ് പോൽ പാടി വീണു സന്ധ്യകൾ
കടലിനരികെ മന്ദാരക്കരയിൽ നീളെ ഞാൻ നിന്നെ തേടി തേടി കാലങ്ങൾ മാറിപ്പോയി ആ സ്വരം കേൾക്കുവാൻ കാതോർത്തു ഞാൻ. ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ചലഞ്ച് ശരിക്കും പാട്ടിൻ്റെ കാര്യത്തിലായിരുന്നു. കാര്യം കോഹിനൂർ ഇറങ്ങിയ ടൈമിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊമോഷൻ തന്നെ ഹേമന്ത് എന്നുള്ള പാട്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ആ പാട്ട് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു രീതിയിലുള്ള പ്രൊമോഷൻ ആ സിനിമയ്ക്ക് ചെയ്യേണ്ട വന്നില്ല. സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ചും അതുപോലത്തെ തന്നെ ഒരു പാട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു പാട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാനത് ജെയ്ക്സ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജെയ്ക്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഈവൻ ഡയറക്ടേഴ്സ് മനസ്സിൽ വെച്ചതും നമ്മൾ ഒരിക്കലും ഒരു ക്ലീൻ ഹേമന്തം റെഫറൻസ് വെച്ചിട്ടുള്ളൊരു പാട്ടായിരിക്കരുത്, പക്ഷേ അതേ മൂഡുള്ള വേറൊരു തരത്തിലുള്ള ഒരു ലവ് സോങ് ഇതിൽ വേണമെന്നുണ്ടായിരുന്നു. അത് ആബ്സല്യൂട്ട്ലി അങ്ങനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ സ്ട്രീമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു തീം സോങ് ഉണ്ട്. അതും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഓൺലൈനിലും ടി വിയിലും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അതുമെല്ലാം എനിക്ക് തോന്നുന്നു കോഹിനൂറിൻ്റെ ഒരു ആൽബത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന പാട്ടുകൾ തന്നെയാണ് ഇതിലും ഉള്ളത്. നിന്റെ മൗനവും മൊഴിഴത്തുണ്ണിയേകവേ എന്നും ഈ വഴി കനവോട് കാത്തിരുന്നു ഞാൻ. എൻ നിമിഷങ്ങളാനന്ദ ശലഭങ്ങളാ ഇന്നലയുന്നു നിന്നോർമ്മയാകെ നെഞ്ചിന്നു ഞാളിൽ മെല്ലെ നിന്നെ എന്നും താരാട്ടാമോ മൽപ്പൂവേ. ഹേമന്തമൻ കൈക്കൊമ്പിളിൽ തൂവുന്നിലാപ്പൂ നീ. ഞാൻ ഷഹനാദിൻ്റെ ഒപ്പം വർക്ക് ചെയ്തത് നിർണായകമാണ്. ശരിക്കും ഒരു ഭയങ്കര അച്ചടക്കമുള്ളൊരു ക്യാമറാമാൻ എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് ഷഹനാദ്. വളരെ എന്താ പറയുക, ഒരു ലൊക്കേഷനിൽ വലിയ ബഹളമൊന്നുമില്ല. എല്ലാ സംവിധായകരും ഈവൻ VKP ആയിട്ടൊക്കെ, VKP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു സംവിധായകനാണ്. അപ്പോൾ VKPയുടെ കൂടെ അതേ പേസിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ഷഹനാദ്. അതുപോലെ തന്നെ ലിജു തോമസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ച ഫസ്റ്റ് സിനിമയാണ്. അപ്പോൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ക്യാമറമാനെ ഡിപ്പെൻഡ് ചെയ്യണം. അതും ഭയങ്കര നമ്മളെല്ലാവരുമായിട്ട് തന്നെ സഹകരിച്ച് തന്നെയാണ് ഷഹനാദ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേ പ്രായത്തിലുള്ള ആളുകളും കൂടെ ആയപ്പോൾ ആ ഒരു ഹോൾ ടീമിനൊരു ഭംഗിയുണ്ടായിരുന്നു. നിന്നതു നീ കാണാതെങ്ങു പോയി. ഇന്നെങ്ങും നിൻ ചിരി പൂക്കളായി നിന്മനമാകെ നിലാവുമായി എന്നനുരാഗമറിഞ്ഞിടാൻ നീയൊരുങ്ങിയില്ല. നാളിതൾ പൂപോൽ പാടി വീണു സന്ധ്യകൾ സിന്ദൂരക്കടലിനരികെ മന്ദാരക്കരയിൽ നീളെ ഞാൻ നിന്നെ തേടി തേടി കാലങ്ങൾ മാറിപ്പോയി ആ സ്വരം കേൾക്കുവാൻ കാതോർത്തു ഞാൻ. ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ എന്നുള്ള പേര് നമ്മൾ സജസ്റ്റ് ചെയ്തത് സജിനാണ്. കാര്യം ഇതിന് ആദ്യം എല്ലാവരും ഇടുന്ന പോലെ എൻ്റെ പേരിലൊരു പ്രൊഡക്ഷൻ, ആസിഫ് അലി പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര പൊക്കാളിത്തരമായിട്ട് തോന്നിയായിരുന്നു എനിക്കും. ഈവൻ ഇതിലെല്ലാവരും, ഞാൻ മാത്രമല്ല ഇതിൽ ഉള്ളത്, അപ്പോൾ സജിനും ഉണ്ട്. എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മോൻ്റെ പേരിലാണെങ്കിൽ അപ്പോൾ ആ പേരിൻ്റെ ഒരു ഭംഗിയും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ് സിനിമ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു പേരിലേക്ക് എത്തിയത്. ശരിക്കും ഒരു കുട്ടിയുടെ ഇന്നസെൻസിൽ സിനിമ ലോകം കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നാണ് ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. കുയിലിൻ പാട്ടിന് മറുമൊഴി പാടാൻ വരുമോ ചങ്ങാതി. ജാസ്മിൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ നീ നിക്കറേ മുള്ളി. ഇന്നലകളെ തിരികെ വരുമോ കനവിനഴകെ പിറകെ വരുമോ ഒന്നു കാണാൻ കനവു തരുമോ കൂടെ വരുവാൻ ചിറകു തരുമോ. ഞാനൊരു
ഭയങ്കരമായ കള്ളുകൂടിയാനോ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാനും ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പറയാതെയാണ് എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മാഗസിനിൽ യുവ താരനിരയിൽ ന്യൂ ജനറേഷൻ സിനിമകളിൽ കള്ളുകൂടി രംഗങ്ങൾ കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഋതുവിൽ ഒരു ഗ്ലാസ് ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇതിൻ്റെ അകത്തൊരു ആർട്ടിക്കിൾ വന്നു. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഈ ലേബലുണ്ട്. അതിനുശേഷം എനിക്കറിയില്ല, ഞാൻ സെലക്ട് ചെയ്യുന്ന സിനിമകളോ അല്ലെങ്കിൽ ചിലപ്പോൾ പുതുമ തേടി പോകുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ കിളിപ്പോയി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു സ്റ്റോണർ മൂവി ജോണറിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സിനിമയാണ് അത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ കണ്ടത്. പക്ഷേ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പലരും അതൊരു കഞ്ചാവ് പടമായും ഞാൻ കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടും ഒക്കെ കണ്ടു. ഈവൻ ഹണിബിയിലേക്ക് വരുമ്പോഴും നമുക്കെല്ലാം അറിയാവുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഹണിബി ഉള്ളത്. നമ്മളെല്ലാവരും കാണാറുള്ള കൂട്ടുകെട്ടുകളും ഒക്കെയാണ്. പക്ഷെ അതും സിനിമയിലേക്ക് വന്നപ്പോൾ അതിനൊരു ചെറിയ നെഗറ്റീവ് ആഫ്റ്റർ റിലീസിൽ വന്നു. അപ്പോൾ ആ പേരൊക്കെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് അനുരാഗ കരിക്കുംവെള്ളം പോലെ നല്ല ഉണ്ണിക്കുട്ടനായിട്ടുള്ള സിനിമകൾ ഞാൻ ചെയ്യുന്നത്. ഇന്നലകളെ തിരികെ വരുമോ കനവിനഴകെ പിറകെ വരുമോ ഒന്നു കാണാൻ കനവു തരുമോ കൂടെ വരുവാൻ ചിറകു തരുമോ. ഞാൻ പരാജയങ്ങളുടെ ഒരു ഡെപ്ത് വളരെ നന്നായി കണ്ടതാണ്. കാര്യം ഞാൻ ഇപ്പോഴും സോൾട്ട് ആൻഡ് പെപ്പറും ഹണിബിയും ഒക്കെ തന്നെ ഉള്ളൂ എനിക്ക് എടുത്തു പറയാൻ. പലപ്പോഴും പല സ്ഥലത്ത് പോകുമ്പോൾ ആളുകൾ എന്നെ കണ്ടിട്ട് സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഹണിബി നല്ല പടമായിരുന്നു, സോൾട്ട് ആൻഡ് പെപ്പർ നല്ല പടമായിരുന്നു എന്നാണ് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. ഇത്രയും സിനിമകൾ ഞാൻ ചെയ്യുന്നു, അതിലൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ DVD ഇറങ്ങിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ടോറൻറ്റിൽ വന്നു കഴിഞ്ഞിട്ടാണ് സിനിമ അത് നല്ല പടമായിരുന്നല്ലോ എന്ന് വിളിച്ച് പറയുന്നത്. ഇപ്പോൾ മോശയിലെ കുതിരമീനുകളും നിർണായകവും ഒക്കെ അത്തരത്തിൽ ശ്രദ്ധ നേടിയ പടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം എന്താണ് സിനിമ എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഹലോ കുട്ടി, എലിനെ കണ്ടു കുട്ടി? അകത്തുണ്ട്. ഓക്കെ എലി. ജസു, ഞാൻ പോവാ. എലി എൻ്റെ ഫോൺ തന്നെ, നീ ചുമ്മാ തമാശ കളിക്കില്ലേ? നീ തമാശക്കാണോ ഇന്നലെ അബി എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ്? ആണോ? മതി, ഇപ്പൊ സമയം കളയണ്ട, എല്ലാം നിർത്തിയില്ലേ? ഫോൺ കൊടുത്തേക്ക്. താനല്ലേ ഫക്രു, തനക്ക് പുഴുത്ത ചാവൂടാ ദ്രോഹി. ഇവളൊക്കെ വിട്ടെന്നിന്റെ ഭാഗ്യം ഉണ്ടാ, വായിലിരിപ്പണ്ട. ജാസു നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നെ വെറുതെ വിട്ടേക്ക്. എല്ലാം ഒരേ കണക്കാണല്ലോ. ഇന്നലെ നീ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയപ്പോ എനിക്ക് എന്തോരം വിഷമമെന്ന് അറിയോ അബി? അയ്യോ കറന്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഓക്കെ നീ ഒന്ന് ചോദിച്ചോ? നിനക്കൊക്കെ ഫോൺ എന്തിനാ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ തന്നില്ല, നീ പോ. നിന്നോടാ എന്റെ ഫോൺ ചെക്ക് ചെയ്യാൻ പറഞ്ഞു? ചെക്ക് ചെയ്തോണ്ടല്ലേ എനിക്കൊക്കെ മനസ്സിലായേ. കുട്ടി നീ പോട പട്ടി. പട്ടീന്നാ എന്നെ ഞാൻ പോലും വിളിച്ചിട്ടൊരു പട്ടീനെ പട്ടീന്ന്. പോയി എന്റെ ഫോൺ തന്നെ ദേഷ്യം ഞാൻ മേടിച്ചോളാം നിന്റെ ഫോൺ. എൻ്റെ സ്വന്തം ചിത്രമായ കവി ഉദ്ദേശിച്ചതിൻ്റെ വിശേഷങ്ങളുമായി ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർ ലൈഫിൽ ഞാൻ. കുയിലിൻ പാട്ടിന് മറുമൊഴി പാടാൻ വരുമോ ചങ്ങാതി, മുറിവാലൻ ചങ്ങാതി. പാടവരമ്പിൻ അക്കരയാറ്റിലെ കൊമ്പൻ നീരാട്ടും കാണാൻ വരുമോ ചങ്ങാതി. കൂട്ടിനു വന്നാലൊത്തിരി നേരം ചുറ്റി നടന്നിത്തരമീ കാഴ്ചകൾ കാണാം. ആയതു നേരം ചാഞ്ഞിടുമോരോ അത്തിമരച്ചില്ലകളിൽ പാറി നടക്കാം. Yeah.